മത്സര പരീക്ഷ രംഗത്ത് പഠിച്ച് ഒരു ജോലി നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കരിയർ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങുന്ന ചെറുപ്പക്കാരോട് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഇത് വളരെ ശക്തമായ നിരന്തരമായ പ്രവർത്തനം ആവശ്യമുള്ളൊരു മേഖലയാണ്. മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും SSC ആയാലും ബാങ്ക് ആയാലും മിനിമം 2 സ്റ്റേജുകളുണ്ട്. പ്രിലിംസ്, മെയിൻസ് എന്നോ Tier 1 Tier 2 എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഏതെങ്കിലും ഒരു സ്റ്റേജ് പാസ്സാകുന്ന ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഉദാസീനത, ഒരു ലാക്സിറ്റി നമ്മളുടെ മനസ്സിൽ ഇതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്ന ഒരു രീതി, ഇനി ഇത്രയൊക്കെ മതി, ഇടയ്ക്കൊന്ന് ടച്ചപ്പ് മതി എന്നൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ക്ലാസ്സുകളിൽ വന്ന് യാത്രയ്ക്ക് കൂടുതൽ സമയമെടുക്കുന്നു, അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് പലപ്പോഴും ആത്മഹത്യാപരമാകാറുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു സ്ഥാപനത്തിൽ വന്ന് പഠിക്കുകയാണ്, ഞങ്ങളുടെ വിന്നിങ് സ്ട്രാറ്റജിയിൽ വന്ന് പഠിക്കുകയാണ്, ഡയറക്ഷനിലെ വിന്നിങ് സ്ട്രാറ്റജി ഉപയോഗിച്ച് പഠിക്കുകയാണ്. നിങ്ങൾക്ക് പ്രിലിംസിനും മെയിൻസിനും വേണ്ട, Tier 1 Tier 2 വേണ്ട ഒക്കെ കോഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ തരുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് മിഷൻ ബാച്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഒരു പ്രിലിം സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞ് തോന്നിയാൽ പിന്നെ നിങ്ങൾക്ക് യാത്ര കുറച്ച് അധികമാണ്, സമയം വേസ്റ്റ് ആവുന്നു, ട്രെയിനിലിരിക്കുന്ന സമയം നഷ്ടമാണ്, അതുകൂടി വീട്ടിലിരുന്നാൽ പഠിക്കാമെന്നൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. എല്ലാ മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന എല്ലാവരും നേരിടുന്നൊരു സംഗതിയായത്. ഇത് ആ ഒരു ടെൻഡൻസി, ആ ഒരു ടെംപ്റ്റേഷൻ നമ്മൾ ഓവർകം ചെയ്താലാണ് വിജയിക്കാൻ സാധിക്കുക. എന്തായാലും കിട്ടിയിട്ടേ ഞാൻ ഈ വരവ് നിർത്തൂ. എന്നോട് പല സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, സർ ഡയറക്ഷനിൽ ജോലി കിട്ടിയിട്ടല്ലാണ്ട് പോകില്ല എന്ന് പറഞ്ഞ് നിന്നവർ ജോലി നേടിയിട്ട് പോയിട്ടുണ്ട്, കരിയർ ആരംഭിച്ച് പോയിട്ടുണ്ട്. അതേ സമയത്ത് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള റെക്കോർഡുള്ള ആൾക്കാർ, അതായത് ആദ്യ പരീക്ഷകളിൽ തന്നെ നല്ല മാർക്കുകളൊക്കെ നേടി Tier 1 ഒക്കെ ഈസി ക്ലിയർ ആവുന്നുള്ള രീതിയിലെത്തി. മെയിൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസൊക്കെ തുടങ്ങുന്ന സമയത്ത് മിഷൻ ബാച്ചിലേക്ക് മാറുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മാറുക, വീട്ടിൽ നിന്ന് പോയി വരുന്നതാവുക. അത് കഴിഞ്ഞ് മിഷൻ ബാച്ചിൽ ക്ലാസ്സുകൾ ആഴ്ചയിൽ 2 ദിവസമല്ലേ 3 ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ ട്രെയിനിലൂടെ അങ്ങോട്ടും കൊണ്ട് വരുന്നില്ല, എക്സാംസ് അല്ലേ കൂടുതൽ, അത് വീട്ടിൽ നിന്ന് ചെയ്താൽ പോരെ, വീട്ടിൽ നിന്നാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റും, സമയം വേസ്റ്റ് ആവില്ല എന്നൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ച് തന്നെ തീരുമാനിച്ചിട്ട് അവസാനം അടുത്ത പരീക്ഷകളുടെ റിസൾട്ട് വരുമ്പോൾ പിന്തള്ളപ്പെട്ടു പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് വ്യക്തിപരമായ പ്രശ്നമല്ല, നമ്മൾ അപ്രോച്ചിലുള്ള പ്രശ്നമാണ്. നമ്മൾ ഇത് സീരിയസ് ആയിട്ട് എഫേർട്ട് എടുക്കുന്നതിലൊരു വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്, നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് എന്താ വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് വീട്ടിലിരിക്കലാണ്, കംഫർട്ടബിൾ ആകുന്നതാണ്, യാത്രയുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നത് തുടങ്ങിയവയാണ്. അതിന് പകരം എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി എന്തായാലും എത്ര ദൂരം വേണമെങ്കിൽ ഞാൻ പോകും, ഏതറ്റം വരെയും ഞാൻ പോകും, പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി എന്ത് രീതിയിലുള്ള കഷ്ടപ്പാടും ഇഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാകും എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു നിർദ്ദേശമുണ്ട്, ഇത് കൊണ്ടേ പോകുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അത് SSC, PSC, ബാങ്ക് പരീക്ഷകൾ, അതല്ല UPSC പരീക്ഷ എന്താവട്ടെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ആ ഒരു എന്താ പറയുക, അതിനുള്ള ഒരു മെയിനായിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ എലമെൻറ്റ് എൻജോയ് ചെയ്യുകയാണ് വേണ്ടത്. അത് കട്ട് ഡൗൺ ഓൺ